ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ അമ്മൂമ്മയുടെ, അതായത് ഞങ്ങൾ തേത്തമ്മയിൽ നിന്നാണ് വിളിക്കുന്നത്. തേത്തമ്മയുടെ മുട്ടുകാലിൻ്റെ ഓപ്പറേഷനാണ് ഇന്ന്. തേത്തമ്മ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ എൻ്റെ അമ്മയും ചേട്ടനും ഉണ്ട്. അപ്പോൾ അവർക്ക് ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ലേ, വേഗം തന്നെ പണികളെല്ലാം തുടങ്ങാം. ഫ്രിഡ്ജിൽ ഞാൻ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങാക്കോൽ, അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചട്ടിയിലോട്ടാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കഞ്ഞി തിള വന്നപ്പോൾ അത് മാറ്റിയിട്ട് മുരിങ്ങാക്കോൽ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാവേ. അടുത്തത് മീൻ വൃത്തിയാക്കി എടുക്കാവേ. നല്ല മുട്ടച്ചാളയാണ് കിട്ടിയത്. ഇന്നലെ രാത്രി വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നേ. ഇതിപ്പോൾ ചെതമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ മുള്ളും തലയും വാലും ഒക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയേ ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയെന്ന് പറഞ്ഞാൽ ചിലതിൽ മുട്ടയുണ്ടായിരുന്നു, ചിലതിൽ പലഞ്ഞീനായിരുന്നു കേട്ടോ. ഇവിടെ കൊച്ചിയിലൊക്കെ മുട്ടേനെ വേറെ, പലഞ്ഞീൻ വേറെ. ഇത് പലഞ്ഞീനാണേ, മറ്റേത് മുട്ടയാണേ, അങ്ങനെയാണ് പറയുന്നത്. ഇതിൽ വറുക്കാനായിട്ടുള്ളത് വേറെ മാറ്റി വെക്കാം, ബാക്കിയുള്ളത് കുടംപുളിയൊക്കെ ഇട്ട് നല്ല നാടൻ രീതിയിൽ തിളപ്പിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ചെമ്മീൻ കൂടെ ഉണ്ടായിരുന്നേ, അതും കൂടെ വേഗം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. വലിയ ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ. ചെമ്മീൻ ക്ലീൻ ചെയ്ത് വേവിക്കാൻ വെച്ച നേരത്ത് ഞാൻ പുട്ടിനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ച് പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ റാഗിപ്പൊടിയാണ് എടുത്തത്. ഇത് നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ഈ പൊടി ഞാൻ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി കിട്ടും. അത് തന്നെയല്ല, അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് കുറച്ച് നേരം നല്ല ക്ഷമയോടെ കൂടെ കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആക്കി കിട്ടും കേട്ടോ. അത് പുട്ടിന് തന്നെയല്ല, ഇടിയപ്പത്തിനോ ചപ്പാത്തിക്കോ എന്തിനും മാവ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ കുറച്ച് നേരം ക്ഷമയോടെ കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആക്കി കിട്ടും. വേവിക്കാൻ വെച്ച ചെമ്മീൻ വെന്ത് വന്നപ്പോൾ അത് മാറ്റിയിട്ട് വേഗം പുട്ടുണ്ടാക്കാൻ വേണ്ടി വെക്കാവേ. അങ്ങനെ റാഗിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കടലയാണ്. കടല ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കിത് കറിയാക്കി എടുക്കാം. അങ്ങനെ കടലക്കറിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ ചാളക്കറി വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോഴത്തെ അടുപ്പിൽ മുരിങ്ങാക്കോലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. മുരിങ്ങാക്കോലും തക്കാളിയും ചെമ്മീനും കൂടെ നേരത്തെ വേവിച്ച് വെച്ചിട്ട് അത് മാറ്റി താളിച്ച് അതിൻ്റെ അകത്തോട്ടിട്ടെ. മുരിങ്ങാക്കോല് കറി റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ വറുക്കാൻ വെച്ചിരിക്കുന്ന ഗ്യാപ്പിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നത് കൂടി ഞാൻ വേഗം കഴുകിയെടുത്തേ. പാത്രങ്ങളൊക്കെ അപ്പോൾ കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ കിച്ചണിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒടുവിൽ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചോറാണ്, ഇതിനകത്ത് പുട്ട്, ഇതിനകത്ത് കുടംപുളിയൊക്കെ ഇട്ട് നല്ല തിളപ്പിച്ച ചാളക്കറിയെ. അടുത്തത് ഫുള്ള് സ്റ്റീലിൻ്റെ പാത്രം, വട്ടപാത്രം ആയതുകൊണ്ട് എനിക്ക് തുറക്കാൻ പറ്റണ്ടായില്ലേ. അത് മുരിങ്ങാക്കോലും ചെമ്മീനും തക്കാളിയും കൂടി ഇട്ട കറിയാണ് കേട്ടോ. ഇതിൽ നമ്മുടെ റാഗിപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള കടലക്കറിയാണ്. പിന്നെ അടുത്തത് ചാള വറുത്തത്. അങ്ങനെ എല്ലാ ഫുഡും പാത്രങ്ങളിലാക്കി വെച്ചു. ഇനി ഇതൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്നൊന്ന് കുളിച്ച് റെഡിയായി ഹോസ്പിറ്റലിലേക്ക് ഓടണം. അവിടുത്തെ വിശേഷങ്ങളും തേത്തമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ അടുത്ത പാർട്ടിൽ കാണാവേ. ബൈ.